നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടാലോ? അതിന് വേണ്ട കപ്പ കഴുകിയത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ കപ്പ വേവിക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കണം. ഇത് എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ കറിവേപ്പില, പിന്നെ അതിന് വേണ്ട പൊടികൾ. പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടി, ഗരം മസാല, ഇറച്ചി മസാല, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ. ഇതും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടത് പുരട്ടി വെക്കണം. ഒരു 30 മിനിറ്റ് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊരു 5 വിസിലാണ് കുക്കറിൽ വേവിക്കാൻ വെക്കും. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വേണ്ട വേറൊരു കൂട്ടുകൂടി തയ്യാറാക്കാനുണ്ട്. കോക്കനട്ട് ചിരകിയതും അതിൽ കുറച്ച് ഷാലറ്റ്സ്, കറി ലീവ്സ്, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. വറുക്കാന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം. കണ്ടോ, ഇപ്പോൾ അത് ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കണം. നമ്മൾ ഇറച്ചിയിൽ ചേർത്ത അതേ പൊടികളൂടെ ഇതിനകത്ത് ചേർക്കണം. മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഇറച്ചി മസാല. എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് ബീഫും കപ്പയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പൊടിയും കൂടി ഇട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എല്ലും കപ്പ ബിരിയാണിയാണിത്. നല്ല ചൂടോട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം.